നമസ്കാരം. 20 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ദിനോസറുകൾ എന്ന ശക്തരായ ജീവികളെപ്പറ്റിയുള്ള ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഈ വീഡിയോയിൽ. ദിനോസറുകളുടെ കാലഘട്ടത്തെ നമ്മൾ വിളിക്കുന്നത് ജുറാസിക് കാലഘട്ടമെന്നാണ്. ഭൂമി രൂപം കൊണ്ടതിന് ശേഷം ഇങ്ങോട്ടുള്ള കാലഘട്ടത്തെ 4 ഘട്ടങ്ങളായി തിരിക്കും. ഭൂമിയിൽ ജീവൻ ഉരുത്തിരിയുന്നതിന് മുമ്പുള്ള കാലഘട്ടം പ്രീ കാംബ്രിയൻ കാലഘട്ടമെന്നും, ജീവൻ്റെ ഉൽപ്പത്തിക്ക് ശേഷം ആരംഭിച്ച കാലഘട്ടത്തെ പാലിയോസോയിക് കാലഘട്ടമെന്നും, മൂന്നാമത്തെ കാലഘട്ടമായ മിസോസോയിക് കാലഘട്ടത്തെ ദിനോസറുകളുടെ കാലമെന്നും, നാലാമത്തെ കാലഘട്ടത്തെ സാംസ്കാരിക ജീവിയായ മനുഷ്യൻ്റെ ജീവിതകാലം ഉൾക്കൊള്ളുന്ന 4ാം ഘട്ടത്തെ സെനോസോയിക് കാലഘട്ടമെന്നും പറയപ്പെടുന്നു. ഇതിൽ മൂന്നാമത്തെ കാലഘട്ടത്തിലെ 2ാം ഭാഗത്തിലാണ് ദിനോസറുകളുടെ ജീവിതം ഉൾക്കൊള്ളുന്നത്. ഏകദേശം 20 കോടി വർഷങ്ങൾക്ക് മുമ്പ് ദിനോസറുകൾ ഭൂമിയിൽ ശക്തരായി ജീവിച്ചിരുന്ന ജീവികളാണ്. അതിനുശേഷം 6.5 കോടി വർഷം മുമ്പ് വരെ ദിനോസറുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പല ഭീമൻ ദിനോസറുകൾക്ക് 12 മീറ്റർ ഉയരവും 1 ഡസനോളം ആനകളുടെ ഭാരവും ഉണ്ടായിട്ടുണ്ട് എന്ന് ശാസ്ത്രലോകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദിനോസർ എന്ന പേര് കേൾക്കുമ്പോൾ ഉപദ്രവകാരിയായ ഏതോ ഭീകരജീവിയാണ് എന്നാണ് നമ്മളൊക്കെ അർത്ഥമാക്കുന്നത്. ദിനോസറുകൾ സസ്യഭുക്കുകളും ചിലത് മാംസഭുക്കുകളും ചിലത് ഇത് രണ്ടും കൂടി ചേർന്നതുമായിട്ടുള്ള ദിനോസറുകളാണ് ജീവിച്ചിരുന്നത്. ഗവേഷണങ്ങളിൽ നിന്നാണ് ഈ ജീവികളെപ്പറ്റി അറിയാൻ കഴിഞ്ഞത്. അത് ഫോസിലുകളെപ്പറ്റിയുള്ള പരിശോധനയിലൂടെയാണ് ശാസ്ത്രലോകം ഇത് തിരിച്ചറിഞ്ഞത്. വ്യത്യസ്ത വലിപ്പമുള്ള വ്യത്യസ്ത സ്വഭാവക്കാരായ ദിനോസറുകൾ ജീവിച്ചിരുന്നത് ഒരേ കാലഘട്ടത്തിലല്ല. അവയുടെ ആഹാര രീതികൾ പോലും വ്യത്യസ്തമാണ്. ചില ദിനോസറുകൾ വർഗ്ഗങ്ങൾ തികഞ്ഞ സസ്യഭുക്കുകളും ശാന്തശീലരുമാണ്. എന്നാൽ ചില ദിനോസറുകൾ മാംസഭുക്കുകളും ആക്രമണകാരികളുമാണ്. അല്ലോസോറസ് ഗണത്തിൽപ്പെട്ട ദിനോസറുകൾ അപകടകാരികളായ ദിനോസറുകൾ തികഞ്ഞ മാംസഭുക്കുകളും കാട്ടിലെ മൃഗമായ പുലിയെപ്പോലെ പതുങ്ങിയിരുന്ന് ഇരയെ വേട്ടയാടി പിടിക്കുന്നവയുമായിരുന്നു. വലിയ ഭീമാകാരന്മാരായ ദിനോസറുകൾ ശാന്തശീലരും സസ്യഭുക്കുമായി ജീവിച്ചിരുന്നു. 27 മീറ്റർ നീളമുണ്ടായിരുന്ന ഡിപ്ലോഡോക്കസ് ഇനം ദിനോസറുകൾ തികഞ്ഞ സസ്യഭുക്കുകളും ശാന്തശീലരുമാണെന്നാണ് ഗവേഷണത്തിൽ ശാസ്ത്രലോകം തെളിയിച്ചത്. സെറാക്കോസോറസ് ഇനത്തിൽപ്പെട്ട ദിനോസറുകൾ ശാന്ത സ്വഭാവക്കാരായ ദിനോസറുകളാണ്. അവയുടെ രൂപം നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. അതിൻ്റെ തലയിൽ ചില കൊമ്പുകളും മൂക്കിന് മുകളിൽ കൂർത്ത മറ്റു കൊമ്പുകളും കൂടി കണ്ടാൽ ഒരു ആക്രമണകാരിയായ ജീവിയാണെന്നേ നമുക്ക് തോന്നും. പക്ഷേ അത് തികച്ചും സസ്യഭുക്കായിരുന്നു. വാലിനറ്റം സൂചിമുനകളുള്ള കട്ടിയേറിയ പുറന്തോടുള്ള ദിനോസറുകൾ ഉണ്ട്. വളരെ നീണ്ട 2 കൊമ്പുകൾ ഉണ്ടായിരുന്നു ആങ്കിലോസോറസ് എന്ന ഈ ദിനോസറിന്. വലിയ കൊമ്പുകളും വാലിൽ ആവരണങ്ങളുമുള്ള പോളക്കാന്തസ് ദിനോസറുകൾ
മറ്റൊരു ഇനം ദിനോസറുകളാണ്. ഇവയുടെ നീളം 12 മീറ്ററാണ്. സിസ്മാസോറസ് ദിനോസർ ഭൂമുഖത്ത് ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നീളമേറിയ ദിനോസറാണെന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയത്. അതിൻ്റെ നീളം 50 മീറ്ററാണ്. അതിൻ്റെ പുറത്ത് കുന്തങ്ങൾ പോലെ വരിവരിയായി നിൽക്കുന്ന ഒരു ആവരണമുണ്ടായി. അതിനെ കണ്ടാൽ ഒരു ഭയങ്കര ജീവിയാണെന്ന് തോന്നും. ഭൂമിയിലെ മറ്റ് ദിനോസറുകൾക്ക് മുമ്പിൽ ഈ ജീവിക്കും രക്ഷയുണ്ടായില്ല. ഭീമാകാരന്മാരായ മാംസബുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സിസ്മാസോറസ് എന്ന ദിനോസറിൻ്റെ ആയുധം അതിൻ്റെ വാലായിരുന്നു. കുന്തമുനകൾ നിറഞ്ഞ 25 മീറ്റർ നീളമുള്ള വാൽ ചുഴറ്റി ശത്രുക്കളെ അടിച്ചോടിക്കുകയായിരുന്നു അവയുടെ രീതി. ഭൂമുഖത്ത് ദിനോസറുകൾ ഇങ്ങനെ സ്വൈരവികാരം നടത്തിയതിനുള്ള രേഖകൾ ശാസ്ത്രലോകത്തിൻ്റെ പക്കലുണ്ട്. കൂട്ടമായും ഒറ്റയ്ക്കായും സഞ്ചരിച്ച ദിനോസറുകൾ പലതരം ജീവിത രീതികൾ പിന്തുടരുന്നവയായിരുന്നു. ചിലത് പൂർണ്ണമായും സസ്യബുക്കാണ്. സസ്യവും മാംസവും ഒരുപോലെ ഭക്ഷിച്ചിരുന്ന ദിനോസറുകളുമുണ്ടായിരുന്നു. ചില ദിനോസറുകൾ മാംസബുക്കുകൾ മാത്രമായിരുന്നു. ചിലത് പരസ്പരം ആക്രമിച്ച് തൻ്റെ സഹജീവികളെ തന്നെ ഇരയാക്കിയിരുന്നു. മണ്ണിലുണ്ടായിരുന്ന ചെറിയ കുഴികളിലാണ് ചിലതരം ദിനോസറുകൾ മുട്ടയിട്ടിരുന്നത്. കുഞ്ഞുങ്ങളെ ഈ കുഴിക്കൂടുകളിൽ തന്നെ സംരക്ഷിച്ചിരുന്നു. ദിനോസർ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ഈ കൂടുകളിൽ ആഹാരം എത്തിച്ചു കൊടുത്തിരുന്നു. ജുറാസിക് കാലഘട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ജീവിച്ചിരുന്ന അനാറ്റോസോറസ് പോലുള്ള ദിനോസറുകളുടെ ഫോസിലുകൾ ശാസ്ത്രലോകം പഠനവിധേയമാക്കിയപ്പോൾ ഈ ദിനോസറുകളുടെ ഒരു പ്രധാന സവിശേഷത അവർ കണ്ടെത്തി. ചില ദിനോസറുകൾക്ക് 2000 പല്ലുകൾ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശാസ്ത്രലോകത്തെ ഞെട്ടിച്ച ഈ കൗതുക പ്രത്യേകത. എന്നാൽ ചില ദിനോസറുകളുടെ കാര്യത്തിൽ തലച്ചോറ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. എന്നാൽ ഭീമൻ ദിനോസറുകളുടെ തലച്ചോറിന് 2-3 സെൻറ്റിമീറ്റർ മാത്രമേ വലിപ്പമുള്ളൂ. മാംസബുക്കായ ചില ദിനോസറുകൾക്ക് വലിയ തലച്ചോറുകൾ ഉണ്ടായിരുന്നു. ബുദ്ധിയുടെ കാര്യത്തിലും അത്തരം ദിനോസറുകൾ വളരെ മുൻപിലാണെന്നാണ് ശാസ്ത്ര ഗവേഷകരുടെ വാദം. ഭൂമി അടിക്കടി ഉണ്ടാകുന്ന ചില ദുരന്തങ്ങൾ ദിനോസറുകളുടെ യുഗത്തിന് ഒരു അറുതി വരുത്തി. ഭൂമി അടക്കി വാണിരുന്ന ഈ ഉരക ഭീമന്മാർക്ക് ഭൂമുഖത്തു നിന്നും ഒന്നാകെ അപ്രത്യക്ഷമായതിൻ്റെ ഉത്തരം ഇതുവരെ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ചില നിഗമനങ്ങളിൽ അവരെത്തിയിട്ടുണ്ട്. ആ നിഗമനങ്ങൾ ഉൽക്കയുടെ പതനം, ക്ഷുദ്രഗ്രഹ കൂട്ടിയിടി, കാലാവസ്ഥയിൽ വന്ന വ്യതിയാനം, അതുമൂലമുണ്ടായ ദുരന്തം, ചില രോഗങ്ങൾ തുടങ്ങിയ നിഗമനങ്ങളിലാണ് ശാസ്ത്രലോകം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ദിനോസർ എന്ന ജീവി ഈ ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷമായി. ആ ദുരന്തം 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത്. അക്കാര്യത്തിൽ ശാസ്ത്രജ്ഞന്മാർ ഉറപ്പിച്ചു പറയുന്ന വാദമാണ്. ദിനോസറുകളോടൊപ്പം അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്ന അപൂർവ ജീവികളും സസ്യങ്ങളും ഒക്കെ അന്ന് തകർന്നടിഞ്ഞു. പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ കാലാവസ്ഥാ ദുരന്തം ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ശാസ്ത്രകാരന്മാരിൽ ഭൂരിഭാഗത്തിനും ഈ അഭിപ്രായമാണുള്ളത്. ഉൽക്കാപതനം, ക്ഷുദ്രഗ്രഹ കൂട്ടിയിടി, സൂര്യതാപം തുടങ്ങി ഭൂമിക്ക് പുറത്തുള്ള സാധ്യതകളും ശാസ്ത്രലോകം തള്ളിക്കളയുന്നില്ല. ഉൽക്കാവീഴ്ച മൂലമുണ്ടായ പൊടിപടലങ്ങൾ സൂര്യനെ മറച്ചു. ജൈവാവസ്ഥ തകരാറിലായി. ദിനോസറുകളുടെ അന്ത്യം കുറിച്ചത് ഇതുമൂലമാണെന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല. ഉൽക്കാപതനമാണ് ദിനോസറുകളുടെ അന്ത്യം കുറിച്ചതെന്ന വാദത്തിന് പിൻബലമേകിക്കൊണ്ട് ഈ അടുത്ത കാലത്ത് കാലിഫോർണിയ സർവകലാശാലയിലെ ഗവേഷകനായ ഫ്രാങ്ക് ടി കൈറ്റ് ഒരു ഉൽക്കാശകലത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. 6.5 കോടി കൊല്ലം മുമ്പ് ഭൂമിയിൽ പതിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഉൽക്കയുടെ അവശിഷ്ടം ഫ്രാങ്ക് ടി കൈറ്റ് കണ്ടെത്തി. അത് പസഫിക് സമുദ്രത്തിൽ നിന്നാണ് കണ്ടെത്തിയത്.
ദിനോസറുകളെ പോലെ തന്നെ മറ്റൊരു പറക്കുന്ന ഉരകമാണ് ടിറോസറുകൾ. ടിറോസറുകളെ പറക്കാൻ അനുയോജ്യമായ ഒട്ടേറെ പ്രത്യേകതകൾ അവയുടെ എല്ലുകളുടെ കനം കുറഞ്ഞതും സുഷിരങ്ങളോട് കൂടിയ എല്ലുകളുമായിരുന്നു. പറക്കും പക്ഷികളെ പോലെയാണ് ടിറോസറുകൾ. 8 കോടി വർഷങ്ങൾക്ക് മുമ്പ് അവ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ഏഴ് മീറ്റർ വരെ ഇതിൻ്റെ ചിറകിന് നീളമുണ്ടായിരുന്നു. 6.5 കോടി വർഷത്തിനും 20 കോടി വർഷത്തിനും ഇടയിലുള്ള കാലം ദിനോസറുകൾ ഭൂമി കൈയടക്കിയിരുന്ന കാലമാണ്. ക്രെറ്റേഷ്യസ് പീരീഡ് എന്ന് വിളിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദിനോസറുകൾ ഭൂമിയിലെ രാജാക്കന്മാരെ പോലെയാണ് വിലസിയിരുന്നത്. ഏകദേശം ഈ വർഷങ്ങളിൽ തന്നെയാണ് ടിറോസറുകൾ എന്നറിയപ്പെടുന്ന ഭീമാകാരികളായ പറക്കും പല്ലികളും ഭൂമിയിൽ ആധിപത്യം പുലർത്തിയത്. മനുഷ്യനോ മനുഷ്യൻ്റെ തൊട്ട് മുൻതലമുറകളോ ഒന്നും അക്കാലത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നതും ഇന്ന് തെളിവുകൾ അവശേഷിപ്പിച്ചിരിക്കുന്നതുമായ ഏകജീവികൾ ശലഭങ്ങളാണ്. കൂടാതെ ചില ഉരകങ്ങളും ഭൂമി കൈയടക്കിയിരുന്നതിനായിട്ട് ചില തെളിവുകളുണ്ട്. ഒട്ടുമുക്കാൽ ഉരകങ്ങളും മാംസഭോജികളായിരുന്നു എന്നതിന് തെളിവുണ്ട്. കൂർത്ത പല്ലുകളുള്ള ഇവയുടെ ഫോസിലുകൾ അതിന് സാക്ഷ്യം വഹിക്കുന്നു. ദിനോസർ യുഗത്തിൽ തന്നെ ഭൂമിയിൽ കഴിഞ്ഞുവന്ന ഉരകങ്ങൾ സസ്യബുക്കുകളായ ഉരകങ്ങളും ഉണ്ടായിരുന്നു. അമേരിക്കയിലെ ടെക്സാസിലും മറ്റും കണ്ടെത്തിയ ചില ഉരക ഫോസിലുകൾ ഇതിന് തെളിവ് നൽകുന്നു. ഇനി നമ്മൾ ഫോസിലുകൾ എന്താണെന്നറിയണം. ഒരു ജീവി മരിച്ച ശേഷം ആ ജീവിയുടെ ജഡം മണ്ണിൽ കിടന്ന് ജീർണിക്കും. ആ ജീവിയുടെ മാംസഭാഗങ്ങൾ മണ്ണിലെ സൂക്ഷ്മജീവികളുമായി പ്രവർത്തനഫലമായി പെട്ടെന്ന് നശിച്ചു പോകും. എന്നാൽ പല്ല്, എല്ല് തുടങ്ങിയ ഭാഗങ്ങൾ നശിക്കാതെ നിലനിൽക്കും. ഇവ മണ്ണിൻ്റെയോ പാറകളുടെയോ ഭാഗമായി സംരക്ഷിക്കപ്പെടും. ചില അവസരങ്ങളിൽ കാലാവസ്ഥ മാറ്റത്തിൻ്റെ പരിണിതഫലമായി മണ്ണ് ഉറച്ച് പാറയായി മാറും. കടലിലും മറ്റും കാണപ്പെടുന്ന മണൽപ്പാറകൾ ഫോസിലുകളുടെ സംരക്ഷകരാണ്. ഇത്തരം മണൽപ്പാറകളിലും പാറകളിലും കോടിക്കണക്കിന് വർഷങ്ങളോളം പഴക്കമുള്ള ഫോസിലുകൾ കേടുപറ്റാതെ സംരക്ഷിക്കപ്പെടും. ദിനോസറുകളുടെയും ടിറോസറുകളുടെയും ഫോസിലുകളെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞന്മാർ പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ഏകദേശം 18 കോടി വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ടിറോസറിൻ്റെ ഫോസിൽ പോലും ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. ദിനോസറിൻ്റെ ഫോസിൽ 180 വർഷം കഴിഞ്ഞ് ഗവേഷകർ ദിനോസർ എന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയിട്ടു. ഇംഗ്ലണ്ടിലെ ഡോക്ടറായിരുന്ന ഗിഗോൺ മാൻഡൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചേർന്ന് നടത്തിയ ഗവേഷണത്തിലാണ് ദിനോസറുകളെക്കുറിച്ച് ആദ്യ സൂചന ലഭിച്ചത്. ഇവർ ദിനോസർ എന്ന ജീവിയുടെ പല്ലുകൾ കണ്ടെത്തുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു ജീവി ഭൂമിയിൽ ജീവിച്ചിരുന്നതായി വാദിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ഗവേഷണങ്ങളാണ് പിന്നീട് ദിനോസറുകളെക്കുറിച്ച് അതിശയകരമായ വിവരങ്ങൾ ശാസ്ത്രലോകത്തിന് സംഭാവനയായി നൽകിയത്. തുടർന്നുള്ള ഗവേഷണങ്ങളിൽ ദിനോസറിൻ്റെ ശരീര ഫോസിലുകൾക്ക് പുറമെ ദിനോസർ ഫോസിൽ മുട്ടകളും കണ്ടെത്തുകയുണ്ടായി. ചൈന, ടാൻസാനിയ പ്രദേശങ്ങളിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ആദ്യകാലത്ത് നടന്ന ഗവേഷണങ്ങൾക്ക് പുറമെ ചൈനയിലും ടാൻസാനിയയിലും നമ്മുടെ ഇന്ത്യയിലെ ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലും ദിനോസറുകൾക്കായിട്ട് ഗവേഷണങ്ങൾ നടത്തുകയും ദിനോസർ ഫോസിലുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഫോസിലുകളുടെ പ്രായം നിർണ്ണയിക്കുന്നത് അതിൻ്റെ കാർബണിൻ്റെ 3 ഐസോട്രോപ്പുകളെ കണക്കാക്കിയാണ്. കാർബൺ 14 കുറവാണ്. ഈ അനുപാതമനുസരിച്ചാണ് കാർബൺ 14 എത്രയുണ്ടെന്നറിഞ്ഞാൽ ഫോസിലിൻ്റെ പ്രായം നിർണ്ണയിക്കാൻ കഴിയും. ഭൂമിയിൽ 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് മണ്ണടിഞ്ഞ ഒരു കൂട്ടം ജീവികളെക്കുറിച്ചറിയാൻ നമുക്ക് ഉപയുക്തമായ ഏക ഉപാധിയാണ് ഫോസിലുകൾ. ദിനോസറുകളുടെയും ടിറോസറുകളുടെയും ലോകത്തെക്കുറിച്ച് മാത്രമല്ല
മറ്റ് ജീവജാലങ്ങളുടെയും എന്തിന് മനുഷ്യവംശത്തെപ്പറ്റിയും ഫോസിലുകൾ നമ്മെ ബോധവൽക്കരിക്കുന്നു. ഇത് ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്ന ദിനോസറുകളെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു. ശാസ്ത്രലോകത്ത് ഇപ്പോഴും ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.